11ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമുക്കിന്ന് പുതിയൊരു ചാപ്റ്റർ തുടങ്ങാം. എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ. ഈ ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൻ്റെ പാർട്സ് നോക്കിയാൽ നമുക്കറിയാം, 2 കിഡ്നീസ് ഉണ്ട്. ആ കിഡ്നീസിൽ നിന്ന് 2 യൂറേറ്റേഴ്സ് പുറപ്പെടുന്നുണ്ട്. അത് വന്നിട്ട് ഒരു യൂറിനറി ബ്ലാഡറിൽ ഓപ്പൺ ചെയ്യും. അവിടെ നിന്ന് യൂറേത്ര വഴിയാണ് യൂറിൻ പുറത്ത് പോകുന്നത്. അപ്പോൾ നമ്മുടെ കിഡ്നിയുടെ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ, കിഡ്നി എന്ന് പറയുന്നത് നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിൻ്റെ അളവ് വെച്ച് നോക്കിയാൽ നമുക്കിവിടെ 7 വെർട്ടിബ്ര ഉണ്ട്. അതിനെ സെർവൈക്കൽ വെർട്ടിബ്ര എന്ന് പറയും, കാരണം അത് കഴുത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ ചെസ്റ്റ് ക്യാവിറ്റി, തൊറാസിക് ക്യാവിറ്റി സപ്പോർട്ട് ചെയ്യുന്നത് തൊറാസിക് വെർട്ടിബ്രേ, അത് 12 എണ്ണം ഉണ്ട്. ആ 12ാമത്തെ എന്ന് പറയുമ്പോൾ നമ്മുടെ മിഡ് ബാക്ക് വരെ വരും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അബ്ഡോമിനൽ റീജിയനെ സപ്പോർട്ട് ചെയ്യുന്ന ലംബാർ ആയിട്ടുള്ള അതാണുള്ളത്. അപ്പോൾ 12ാമത്തെ, അതായത് ലാസ്റ്റ് തൊറാസിക്കിനും ഫസ്റ്റ് 3 ലംബാറിനും ഇടയ്ക്കായിട്ട്, അതായത് ഏതാണ്ട് ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ കിഡ്നി സ്ഥിതി ചെയ്യുന്നത്. ഞാൻ ഇവിടെ കാണിക്കാത്ത എന്തുകൊണ്ടാണ്? ഇത് പുറകിലാണ്, ഡോർസൽ സൈഡിലാണ്. ഓക്കെ, ഇന്നർ വാൾ ഓഫ് ദി ബോഡിയിലാണ് ഇത് കാണുന്നത്, പിറകിലായിട്ട്. ഓക്കെ, അപ്പോൾ പിന്നെ അറിയാം, ലെഫ്റ്റ് കിഡ്നി കുറച്ച് പൊക്കത്തിലാണ്, റൈറ്റ് കിഡ്നി കുറച്ച് താഴെയാണ്. പിന്നെ കിഡ്നിയുടെ ഡയമെൻഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 10 മുതൽ 12 വരെ സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ഓർഗനാണ്. ഇവിടെ നമ്മുടെ ചെറിയ സ്കെയിൽ 15 സെൻറ്റിമീറ്റർ, അതായത് ഒരു 3 സെൻറ്റിമീറ്റർ കുറഞ്ഞാൽ അറ്റം കുറച്ച് ഒടിഞ്ഞു എന്ത് ചെയ്യും, അങ്ങനെ ആയിരിക്കും. അത്രയാണ് ലെങ്ത്. 5 to 7 സെൻറ്റിമീറ്റേഴ്സ് ആണ് അതിൻ്റെ വിഡ്ത്ത്. പിന്നെ തിക്നെസ് എന്ന് പറയുന്നത് 2 to 3 സെൻറ്റിമീറ്റർ. പിന്നെ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 120 മുതൽ 170 ഗ്രാംസ് ആണ് ഒരു കിഡ്നിയുടെ വെയിറ്റ് എന്ന് പറയുന്നത്. ഇനി കിഡ്നിയുടെ സ്ട്രക്ചർ പറയുമ്പോൾ നമുക്കറിയാം, കിഡ്നി ഒരു ഡാർക്ക് ബ്രൗൺ കളർ സ്ട്രക്ചറാണ് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു ബീൻ ഷേപ്പ് എന്ന് പറയാം. അപ്പോൾ ബീനെ നമ്മൾ കിഡ്നി ബീൻ എന്ന് പറയും, കിഡ്നി പറയുമ്പോൾ ബീൻ ഷേപ്പ് എന്നും പറയും. അപ്പോൾ ഇവിടെ ഒരു നോച്ച് പോലെയുണ്ട്. ഈ നോച്ചിനെ പറയുന്ന പേരാണ് ഹൈലം. ഓക്കെ, നമ്മൾ ബീൻസിൻ്റെ കാര്യം അല്ലെങ്കിൽ നമ്മൾ സീഡിൻ്റെ കാര്യം പറയുമ്പോഴും ആ നോച്ചിന് ഹൈലം എന്ന് തന്നെയാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട്. ഈ സ്പേസിനെ നമ്മൾ പെൽവിസ് എന്ന് പറയും. അപ്പോൾ ഈ പെൽവിസിലാണ് നമ്മുടെ യൂറിനൊക്കെ കളക്റ്റഡ് ആവുന്നത്. ഇനി ഇവിടെ ഔട്ടർ പാർട്ടുണ്ട്. ഈ ഔട്ടർ റീജിയൻ ഓൾമോസ്റ്റ് ഇത്രയും, ഈ റീജിയനെ നമ്മൾ പറയുന്ന പേരാണ് കോർട്ടെക്സ് എന്ന്. ഇനി അകത്തുള്ള ഭാഗത്തിനെ നമ്മൾ പറയുന്ന പേരാണ് മെഡുല. അപ്പം അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഇവിടെ നിന്ന് കുറച്ച് പ്രൊജക്ഷൻസ് ഉണ്ട്. അതായത് പെൽവിസ് റീജിയനിൽ നിന്ന് കുറച്ച് പ്രൊജക്ഷൻസ് കിഡ്നിയുടെ മെഡുല ഭാഗത്തേക്കുണ്ട്. ഈ പ്രൊജക്ഷൻസിനെ നമ്മൾ പറയുന്ന പേരാണ് കാലിക്സ്. കാലിക്സ് നമ്മൾ വേറെ എവിടെ പഠിച്ചിട്ടുണ്ട്? ഫ്ലവറിന്റെ സ്ട്രക്ചറിൽ അല്ലേ. അപ്പോൾ ഈ കാലിക്സ് എന്ന സിംഗുലർ ആണ്, കാലിസസ് എന്നാണ് പ്ലൂറൽ ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഏതാണ്ട് പിരമിഡ് പോലെയാണ് നമ്മുടെ മെഡുല കാണുന്നത്, മെഡുലറി റീജിയൻ. ഇതാണ് മെഡുല. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് പറയാം? മെഡുലറി പിരമിഡ്സ് അല്ലേ, ട്രയാങ്കുലർ ആയിട്ടാണ്. ഇതാണ് മെഡുലറി പിരമിഡ്സ്. അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ കാലിക്സിൻ്റെ അറ്റത്താണ് ഈ മെഡുലറി പിരമിഡ്സ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പെൽവിസിലുള്ള പ്രൊജക്ഷൻസ് ആണ് കാലിക്സ്. ആ കാലിക്സിൻ്റെ പുറത്ത് എന്തുണ്ട്? മെഡുലറി പിരമിഡ് ഉണ്ട്. അതിന് മുകളിലുള്ള ഈ ഭാഗത്തിന് നമ്മൾ കോർട്ടെക്സ് എന്നും പറയുന്നു. ഇനി ഈ കോർട്ടെക്സ് ഇതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഭാഗത്തിനെ നമ്മൾ എന്ത് പറയും? കോളം ഓഫ് ബെർട്ടിനി. കോളം ഓഫ് ബെർട്ടിനി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ കിഡ്നിയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ കോർട്ടെക്സ് മെഡുല എന്നുള്ളത് ഒരു കോമൺ ആയിട്ടുള്ള നമ്മൾ ഉപയോഗിക്കുന്ന പദമാണ്. അതായത് ഔട്ടർ പാർട്ടിനെ നമ്മൾ കോർട്ടെക്സ് എന്നും ഇന്നർ പാർട്ടിനെ മെഡുല എന്നും പറയും. വേറെ എവിടെ നമ്മളിത് ഉപയോഗിക്കും? എഡ്രീനൽ ഗ്ലാൻഡിൻ്റെ സ്ട്രക്ചർ പറയുമ്പോഴും എഡ്രീനൽ കോർട്ടെക്സ് ആൻഡ് എഡ്രീനൽ മെഡുല എന്ന് പറയും. പിന്നെ നമ്മുടെ സെറിബ്രൽ കോർട്ടെക്സ് ആൻഡ് സെറിബ്രൽ മെഡുല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു കോമൺ ടേം ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു നോച്ചിനെ പറയുന്ന പേര് ഹൈലം. ഈ ഓപ്പൺ സ്പേസ് ആണ് പെൽവിസ്. അവിടെ നിന്നുള്ള പ്രൊജക്ഷൻസ് ആണ് കാലിസസ്. അവിടെ മെഡുലറി പിരമിഡ്സ് ഉണ്ട്. അതിന് പുറത്തായിട്ട് കോർട്ടെക്സ് ഉണ്ട്. കോർട്ടെക്സ് മെഡുലറി പിരമിഡ്സിന് ഇടയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നതിനെ കോളം ഓഫ് ബെർട്ടിനി എന്ന് പറയും. ഇനി ഈ കിഡ്നിക്ക് ആവശ്യമുള്ള ബ്ലഡ് എത്തിക്കുന്നത് ആരാണ്? ഒരു ആർട്ടറിയാണ് അല്ലേ. ഓർഗനിലേക്ക് വരുന്നത് ആരായിരിക്കും? എപ്പോഴും ആർട്ടറി ആയിരിക്കും. ആർട്ടറി ശുദ്ധരക്തം, അതായത് ഓക്സിജൻ ഫിൽഡ് രക്തമാണ് കൊണ്ടുവരുന്നത്. ഇപ്പം ഈ ആർട്ടറി കിഡ്നിയിലോട്ട് വരുന്നത് കൊണ്ട് നമ്മളതിനെ റീനൽ ആർട്ടറി എന്ന് വിളിക്കും. കാരണം റീനൽ എന്ന പദം ആ കിഡ്നിയായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിവിടെ വന്നിട്ട് പലതായിട്ട് ബ്രാഞ്ച് ചെയ്തിട്ട് ഇതിൻ്റെയൊക്കെ പുറത്ത് ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ടാക്കും. ഓക്കെ,
സോ ഈ ബ്രാഞ്ചസ് എല്ലാം പിന്നെ അതിന് സൈഡ് ബ്രാഞ്ചസ്, ഫൈൻ ബ്രാഞ്ചസ് ഉണ്ടാക്കും. അപ്പോൾ ഈ ആർട്ടറി ബ്രാഞ്ച് ചെയ്തിട്ടുണ്ടാവുന്ന ഇതിനെ പറയുന്ന പേരാണ് ആർട്ടീരിയോൾസ് എന്ന് പറയും. അപ്പോൾ ഈ കിഡ്നിക്ക് അകത്ത് ആരുണ്ട്? നമ്മുടെ ഫിൽട്ടറിങ് യൂണിറ്റ്സ് ഉണ്ട്. ആരാണ് കിഡ്നിയുടെ ഫിൽട്ടറിങ് യൂണിറ്റ്സ്? ഇത് നെഫ്രോൺസ് ആണ്. അപ്പോൾ ഈ നെഫ്രോൺസ് ഇവിടെ ഉണ്ട്. ഇങ്ങനെ നിറച്ച് നെഫ്രോൺസ് ഉണ്ട്. ഒരു കിഡ്നിയിൽ എത്ര നെഫ്രോൺ ഉണ്ട്? ഏതാണ്ട് 1 മില്യൺ നെഫ്രോണോളം ഉണ്ട് അല്ലേ? അപ്പോൾ അവരിങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഈ ബ്രാഞ്ച് ചെയ്ത ആർട്ടറി ഓരോ ബ്രാഞ്ചും നമ്മുടെ നെഫ്രോണിനകത്ത് ആ ബൗമൻസ് ക്യാപ്സൂളിനകത്തേക്ക് കയറും. എന്നിട്ടാണ് ഫിൽട്രേഷൻ നടക്കുന്നത്. ഇനി ഫിൽട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാലോ ഈ ഇതെല്ലാം കൂടി മറ്റൊരു ബ്രാഞ്ചായിട്ട് വെന്യൂൾസ് ആയിട്ട് മാറും. ഈ വെന്യൂൾസ് എല്ലാം കൂടെ ചേർന്നിട്ട് ഇവിടെ വന്നിട്ട് ഒന്നിച്ച് എന്തായിട്ട് മാറും? ഒരു വെയിനായിട്ട് പുറത്തേക്ക് വരും. ഈ വെയിൻ്റെ പേരെന്താണ്? റീനൽ വെയിൻ. അപ്പോൾ ഏതിലാണ് വേസ്റ്റ് ഉള്ളത്? റീനൽ ആർട്ടറിയിൽ വേസ്റ്റ് ടു ബി എലിമിനേറ്റഡ് ഉണ്ട്, പക്ഷേ ഓക്സിജൻ റിച്ച് ആണ്. ഇവിടെ വന്ന് ഓക്സിജൻ കൊടുക്കും കിഡ്നിക്ക്, കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കും, ഒപ്പം വേസ്റ്റ് എല്ലാം കളഞ്ഞിട്ട് റീനൽ വെയിനിലൂടെ അത് പുറത്തു വരും. അതിൽ നൈട്രജീനസ് വേസ്റ്റ് ഇല്ല റീനൽ വെയിനിൽ. ഇനി ഈ സമയം ഫിൽട്രേഷൻ എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഈ പല നെഫ്രോൺ ഒരു കളക്റ്റിംഗ് ഡക്റ്റിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? അവരെല്ലാവരും കൂടി കളക്ട് ചെയ്ത യൂറിനെ ഇവിടെ കൊണ്ടുവരും നമ്മുടെ പെൽവിസിൽ. അവിടെ നിന്ന് അത് യുറേറ്റേഴ്സ് വഴി യുറേറ്ററിൽ കൂടി താഴെ വന്ന് യൂറിനറി ബ്ലാഡറിൽ സ്റ്റോർ ചെയ്യും. കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ആ യൂറിനറി ബ്ലാഡറിൻ്റെ കപ്പാസിറ്റി ഫുൾ ആകുമ്പോഴേക്കും അത് വോയിഡ് ചെയ്ത് കളയും. നമ്മുടെ കിഡ്നിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഒന്ന്, നമുക്കെല്ലാം അറിയാവുന്നതുപോലെ നമ്മുടെ ശരീരത്തിലെ നൈട്രജീനസ് വേസ്റ്റിനെ പുറന്തള്ളാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് അല്ലെങ്കിൽ ഒരു ഓർഗനാണ് കിഡ്നി. പക്ഷെ അത് കൂടാതെ വളരെ വൈറ്റലായിട്ട് മറ്റൊരു റോളുണ്ട്. അതാണ് ഓസ്മോ റെഗുലേഷൻ. നമ്മുടെ ശരീരത്തിൽ വെള്ളം കെട്ടി നിന്ന് നീര് വയ്ക്കാതെയും അല്ലെങ്കിൽ ഡീഹൈഡ്രേറ്റ് ആയി പോയി നമ്മൾ ഭയങ്കര അസ്വസ്ഥരാകുകയും ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ഈ pH-ഉം അല്ലെങ്കിൽ അയോണിക് ബാലൻസ് നമ്മുടെ വാട്ടർ കണ്ടന്റും നമ്മുടെ കിഡ്നി മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, അതിനെ പറയുന്ന പേരാണ് ഓസ്മോ റെഗുലേഷൻ. അപ്പോൾ കിഡ്നിക്ക് 2 ഫംഗ്ഷനാണ്, എലിമിനേഷൻ ഓഫ് വേസ്റ്റും പിന്നെ ഓസ്മോ റെഗുലേഷനും. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ കിഡ്നി ഒരു ഒറ്റ സ്ട്രക്ചറായിട്ട് എന്തെങ്കിലും അരിച്ചെടുക്കുവാണോ? അല്ല. കിഡ്നിയുടെ അകത്ത് ചെറിയ ചെറിയ ഫൈൻ ട്യൂബ്യൂൾസ് ഉണ്ട്. അവരെ നമ്മൾ എന്ത് പറയും? നെഫ്രോൺസ് അല്ലേ? അപ്പോൾ കിഡ്നിയുടെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ് ആണ് നെഫ്രോൺ. ഓരോ നെഫ്രോണും ബ്ലഡിനെ അരിച്ചരിച്ച് വേസ്റ്റിനെ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നെഫ്രോണിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. അപ്പോൾ നെഫ്രോണിൻ്റെ 2 പാർട്ടാണുള്ളത്. ആദ്യത്തെ ഒരു പാർട്ടിനെ നമ്മൾ ഗ്ലോമറൂലസ് എന്ന് പറയും. പിന്നെ ഒരു പാർട്ടിനെ പറയുന്ന പേരാണ് നമ്മുടെ ട്യൂബുലർ പാർട്ട് ഓഫ് നെഫ്രോൺ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ആദ്യം ഒരു കപ്പ് ഷേപ്ഡ് സ്ട്രക്ചർ ഉണ്ട്. അതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ട്യൂബുലർ പാർട്ട്. അതിനെ പറയുന്ന പേരാണ് ബൗമൻസ് ക്യാപ്സൂൾ. 3 ഡയമെൻഷൻ അതിങ്ങനെ ഇരിക്കും. നമ്മൾ 2 ഡയമെൻഷൻ വരയ്ക്കുമ്പോൾ ഇതുപോലെ വരയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഒരു വളരെ കോയിൽഡ് ആയിട്ടുള്ള ഒരു പാർട്ടുണ്ട്. ഇതിനെ പറയുന്ന പേരാണ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, അല്ലെങ്കിൽ അതിനെ PCT എന്ന് പറയും, ഷോർട്ട് ഫോം. ഇവിടെ നമ്മൾ ഇതിനെ പറയുന്ന പേരെന്താണ്? ബൗമൻസ് ക്യാപ്സ്യൂൾ. ഓക്കെ, അപ്പോൾ ഈ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു യു ഷേപ്ഡ് കോയിലാണ്. അതിനെ പറയുന്ന പേര് ലൂപ്പ് ഓഫ് ഹെൻലി. അത് കഴിയുമ്പോൾ വീണ്ടും ഒരു കോയിൽഡ് പാർട്ട് വരും. അത് ഇതിൽ നിന്ന് കുറച്ച് ദൂരെ ആയിട്ട് തന്നെ നമ്മൾ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ അഥവാ DCT എന്ന് പറയും. ഈ DCT ചെന്നിട്ട് മറ്റൊരു ട്യൂബിലേക്ക് തുറക്കും. അതിനെ പറയുന്ന പേരാണ് കളക്റ്റിംഗ് ഡക്റ്റ്. അപ്പോൾ ഇവിടെ കുറെ ബ്രാഞ്ചസ് കാണിക്കുന്നതിന് അർത്ഥം എന്താ? മറ്റു പല DCT ഇവിടെ തുറക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു നെഫ്രോൺ വരും, ഇവിടെ ഒരു നെഫ്രോൺ വരും, ഇവിടെ ഒരു നെഫ്രോൺ വരും. അപ്പോൾ കുറേ നെഫ്രോൺസ് വന്ന് ഒരു കളക്റ്റിംഗ് ഡക്റ്റിലേക്കാണ് തുറക്കുന്നത്. അങ്ങനെ കുറേ കളക്റ്റിംഗ് ഡക്ട്സും കാണും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ട്യൂബുലർ പാർട്ട്. ആദ്യം ഒരു കപ്പ് ഷേപ്ഡ് പാർട്ട്, അതിന് ബൗമൻസ് ക്യാപ്സൂൾ എന്ന് പറയും. അതിനെ അടുത്ത് കാണുന്ന ഹൈലി കൺവല്യൂട്ടഡ് ആയിട്ടുള്ള, പ്രോക്സിമൽ എന്ന് വെച്ചാൽ അടുത്ത്, കൺവല്യൂട്ടഡ് എന്ന് വെച്ചാൽ കെട്ടുപിണഞ്ഞ അല്ലെങ്കിൽ ഇങ്ങനെ കോയിൽഡ് ആയിട്ടുള്ള ട്യൂബിലെ പറയുന്ന പേരാണ് PCT. പിന്നെ ഒരു യു ഷേപ്ഡ് ലൂപ്പ്, ഇതിനെ പറയുന്നതാണ് ലൂപ്പ് ഓഫ് ഹെൻലി അല്ലെങ്കിൽ ഹെൻലീസ് ലൂപ്പ്. അത് കഴിഞ്ഞിട്ട് DCT, പിന്നെ കളക്റ്റിംഗ് ഡക്റ്റ്. ഇനി ഇവിടെ മറ്റൊരു പാർട്ടും കൂടെ ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് ഗ്ലോമറൂലസ്. അതായത് നമ്മുടെ അഫെറന്റ് ആർട്ടറി ഇങ്ങനെ വന്നു. ഓക്കെ, അഫെറന്റ് ആർട്ടറി വന്നിട്ട് അത് നമ്മൾ പറഞ്ഞു ആർട്ടറിയുടെ ബ്രാഞ്ച് ഉണ്ടെന്നല്ലേ. ഒരു ബ്രാഞ്ച് ഇതിനകത്തോട്ട് പ്രവേശിക്കുമ്പോൾ അതിനെ പറയുന്ന പേരാണ് അഫെറന്റ് ആർട്ടറി അല്ലെങ്കിൽ അഫെറന്റ് ആർട്ടറിയോൾ എന്ന് പറയാം. ആർട്ടറിയുടെ ബ്രാഞ്ചാണ്. ഓക്കെ, ഇവിടെ വന്നിട്ട് ഇതിനകത്ത് ഒത്തിരി ക്യാപ്പിലറീസ് ആയിട്ട് ബ്രാഞ്ച് ഇത് വരും.
എന്നിട്ട് ഇത് തിരിച്ച് പോകുന്ന ഒരു ബ്രാഞ്ചിനെ പറയുന്ന പേരാണ് എഫെറൻറ്റ് ആർട്ടറി. അപ്പോൾ കടന്നു വരുന്നത് അഫെറൻറ്റ്, തിരിച്ചു പോകുന്നത് എഫെറൻറ്റ്. ഇനി ഈ ഒരു സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് ഗ്ലോമറൂലസ്. ഇവിടെയാണ് ഫിൽട്രേഷൻ നടക്കുന്നത്. ഇനി ഈ ഗ്ലോമറൂലസും ബൗമൻസ് ക്യാപ്സ്യൂളും ചേർന്ന് നമ്മളതിനെ റീനൽ കോർപ്പസിൽ എന്ന് പറയും. ഓർ അതിനെ നമ്മൾ മാൽപീജിയൻ ബോഡി എന്ന് പറയും. നമ്മൾ മാൽപീജിയൻ ട്യൂബ്യൂള് കണ്ടു കോക്രോച്ചില്, ഇത് മാൽപീജിയൻ ബോഡി. Okay, now what happens? The filtration happens here and the filtrate will go through this and through the collecting duct. When we talk about the overall picture, suppose this is the cortex of kidney, here is a medullary pyramid, then nephrons are found somewhat here. Okay, so usually this part, that is the Bowman's capsule or glomerulus, then the PCT, DCT, all these are on the cortex region, and only the loop of Henle is coming to the medullary region. But again, that can be of two types. So what is the difference? In the first case, loop of Henle is dipping little into the medullary pyramid. Majority of the part is in the cortical region. Such nephrons are called the cortical nephrons. Whereas in the second case, the loop of Henle is coming deep inside the medullary pyramid. That is called the juxtamedullary nephron. So two types of nephrons are there. One is called a cortical nephron. Second is juxtamedullary nephron. It is depending upon the length of the loop of Henle. Okay, and majority of the nephrons are cortical nephrons. Now this arteriole, the efferent arteriole, after coming out, it will form a tubular network around the this nephron, and that is called a peritubular capillaries. Of this, a smallest capillary will be going parallel to the loop of Henle, that is called a vasa recta. So the total blood vessels around the nephron which is actually coming out of afferent arteriole is called what? The peritubular capillaries. പിന്നെ അതിൻ്റെ ഒരു ബ്രാഞ്ച് ഇതിന് പാരലൽ ആയിട്ട് പോകുന്നതിനെ പറയുന്ന പേരാണ് വാസ റെക്റ്റ. ഓക്കെ, അപ്പോൾ രണ്ട് തരത്തിലുള്ള നെഫ്രോൺ ഉണ്ട്, കോർട്ടിക്കൽ നെഫ്രോണും ജക്സ്റ്റാമെഡുലറിയും. കുറച്ച് ഭാഗം മെഡുല്ലയുടെ കുറച്ച് നമ്മുടെ ലൂപ്പ് ഓഫ് ഹെൻലിയുടെ കുറച്ച് ഭാഗം മാത്രമാണ് ഈ മെഡുല്ലറി പിരമിഡിന് അകത്തേക്ക് വരുന്നതെങ്കിൽ, അതായത് മെജോറിറ്റി പാർട്ട് കോർട്ടെക്സ് റീജിയനിലാണെങ്കിൽ നമ്മളതിനെ കോർട്ടിക്കൽ നെഫ്രോൺ എന്നാണ് പറയുന്നത്. ഇനി ഈ ലൂപ്പ് ഓഫ് ഹെൻലി ഡീപ്പായിട്ട് മെഡുല്ലറി വരികയാണെങ്കിൽ നമ്മളതിനെ ജക്സ്റ്റാ മെഡുല്ലറി നെഫ്രോൺ എന്നും പറയും. ഇപ്പോൾ രണ്ട് തരത്തിലുള്ള നെഫ്രോൺ പഠിച്ചു വയ്ക്കുക. മെജോറിറ്റി ആയിട്ടുള്ള നെഫ്രോൺസ് എന്താണ്? കോർട്ടിക്കൽ നെഫ്രോൺസ് ആണ്. പിന്നെ ഈ ട്യൂബുലർ, അതായത് ഇഫറൻ്റ് ആർട്ടറി പുറത്തു വന്നതിന് ശേഷം ഇതിന് ചുറ്റും ഒരു ക്യാപ്പിലറി നെറ്റ്വർക്ക് ഉണ്ടാകും. അതിനെ പറയുന്ന പേരാണ് പെരിട്യൂബുലർ ക്യാപ്പിലറി. പെരി എന്ന് വെച്ചാൽ സൈഡ് അല്ലെങ്കിൽ പുറത്ത്, ട്യൂബുലർ ആയിട്ടുള്ള ക്യാപ്പിലറീസ്. അതിൽ ഒരു ബ്രാഞ്ച്, തിൻ ബ്രാഞ്ച് ഇതിന് പാരലൽ ആയിട്ട് പോകുന്നതിന് നമ്മൾ എന്ത് പറയും? ലൂപ്പ് വാസ റെക്റ്റ. ഞാൻ പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, ഉപയോഗപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ.